ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. മീറ്റ് ഹനാൻ ഷാ, അബ്ദുൽ ഹക്കീം. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. This video is not a defamation. This video talks about serious allegations ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. such as blackmailing, extortion and hawala money transfers. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പുതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. ആ തട്ടിപ്പ് പോരാഞ്ഞിട്ട് യവൻ തന്നെ പെട്ടിയും പണവും കൊണ്ട് അവന്റെ വായി വെച്ച് കൊടുത്താലേ കുട്ടിയെ വിടുന്നു നിർബന്ധം. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. തൂക്കിയല്ലോ നാഥ. അപ്പത്താ തട്ടിപ്പാണല്ലേ? സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്, വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ ഈ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ പറയണോ? ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.